ഹലോ, നമുക്കിന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൻ ആപ്പിൾ. ഇവിടെ നോക്കൂ, ആപ്പിൾ എന്നുള്ള വേർഡിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. ആം ആപ്പിൾ. അതായത് ഒരു എളുപ്പവഴിയുണ്ട്, സ്വരാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കാണ് എങ്കിൽ അല്ലേ, ആ എന്നുള്ളത് സ്വരാക്ഷരമാണ്, അത് വെച്ച് തുടങ്ങിയ വാക്കാണ് ആപ്പിൾ എന്നുള്ളത്. അപ്പോൾ സ്വരാക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കാണ് എങ്കിൽ ആനും. അതേപോലെ നോക്കിയേ, ഇവിടെ ഒരു ടൊമാറ്റോ ഉണ്ട്, ഇതൊരു ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരം വെച്ച് തുടങ്ങിയതാണ് അല്ലേ, ടൊമാറ്റോ ട് ആണ്. അപ്പോൾ ട് ട, അതുപോലെ നിങ്ങൾക്കറിയാലോ ട ട, ഇതെല്ലാം ട സൗണ്ട് വരുന്നത് എല്ലാനും വ്യഞ്ജനാക്ഷരമാണ്. അപ്പോൾ വ്യഞ്ജനാക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കിൻ്റെ ഫ്രണ്ടിൽ എയും സ്വരാക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കിൻ്റെ ഫ്രണ്ടിൽ ആനുമാണ് യൂസ് ചെയ്യേണ്ടത്. ആൻ